വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ മുടി ലെയർ കട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ മുൻപ് മുടി ലെയർ തന്നെയാട്ടോ ചെയ്തിരുന്നത്. പിന്നെ ലെയർ കട്ട് എന്ന് പറയുന്നത് മീഡിയം ഹെയർ ഉള്ളവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെയർ കട്ടിങ് ആട്ടോ. ഭയങ്കര സിമ്പിൾ ആണ് ലെയർ കട്ട് ചെയ്യാൻ. അധികം ഒന്നുമില്ല, പ്രൊഫഷണൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ലെയർ കട്ട് ചെയ്യാം. നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ പേര് ഹർഷ. ഞാനിങ്ങനെ കുറച്ച് ബ്യൂട്ടി ടിപ്സ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്റെ ചാനലിൽ പോയിട്ട് എല്ലാ വീഡിയോസും കാണണം. നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ? നമുക്ക് ലെയർ കട്ട് ചെയ്യുന്ന വീഡിയോയിലേക്ക് പോകാം. മുടി നന്നായി ചീവി കൊടുക്കുക. ഉള്ളില് മുടി കെട്ടുപണിഞ്ഞ് കിടന്നെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം സെയിം ലെങ്തിൽ വെട്ടാൻ പറ്റില്ല. ബാക്കിലുള്ള എല്ലാ മുടിയും നമ്മൾ ഫ്രണ്ടിലോട്ട് ഇടണം. എന്നിട്ട് മുടി നന്നായി ചീവി കൊടുത്തതിന് ശേഷം നെറ്റിന്റെ സെന്ററിലോട്ട് വെച്ചിട്ട് നമ്മൾ റിബൺ ഇട്ട് കൊടുക്കുക. മുടി ലൂസ് ആവാത്ത രീതിയിൽ ഒന്ന് ടൈറ്റ് ആയിട്ട് കെട്ടിരിക്കണം. മുടി എത്രയാണോ നമ്മൾ വെട്ടാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ തൊട്ട് മേലെ ഒരു റിബണും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് മുടി കട്ട് ചെയ്യാം. ഞാൻ വളരെ കുറച്ച് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ, കാരണം ഞാൻ മുൻപ് ഇതുപോലെ ലെയർ അടിച്ചത് കൊണ്ട് ഇപ്പൊ ഞാൻ ഒന്ന് ഷേപ്പ് വരുത്താൻ മാത്രമേ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ എൻഡ് ഒന്ന് ഷേപ്പ് ചെയ്യാം. അതൊരു 45 ഡിഗ്രിയിൽ ഒന്ന് 6 പാക്ക് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഒരു ലൈൻ പോലെ തോന്നിക്കാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ബാക്കിലെ മുടി കുറച്ച് ഒഴിവാക്കിയിട്ട് ഫ്രണ്ടിലെ മുടി മാത്രം എടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്യാം. നമ്മൾ ബാക്കിലെ പോർഷൻ മുടി മാറ്റുമ്പോൾ കറക്റ്റ് ഒരു ലൈൻ എടുത്ത് മാറ്റാട്ടോ. മുൻപ് ചെയ്ത അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ മുടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മുടി തിക്നെസ് ഇല്ലാത്തവർക്കാണെങ്കിലും ലെയർ കട്ട് ചെയ്തു എന്ന് വെച്ചാൽ മുടി ഒന്ന് തിക്നെസ് ഉള്ള പോലെ ഒന്ന് തോന്നിപ്പിക്കും. നമ്മൾ മുടി ഒന്ന് കട്ട് ചെയ്യാൻ പോണതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് മുടിയിലോട്ട് വെള്ളം നനച്ചു കൊടുത്തെന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഇനി നമുക്ക് അവസാനമായിട്ട് ഫ്രണ്ട് പോർഷനും കൂടെ ഒന്ന് കട്ട് ചെയ്യാം. നമുക്ക് എത്രയാണോ ഫ്രണ്ടിലെ ലെങ്ത് കുറയ്ക്കേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ മുടി കട്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെ വെട്ടുമ്പോ എങ്ങനെയാ കറക്റ്റ് ലെയർ ആവണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ എല്ലാ മുടിയും ഫ്രണ്ടിലോട്ട് ഇട്ട് കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് പോർഷന്റെ ലെങ്ത് കുറവാവും. പിന്നെ ബാക്കിലോട്ട് പോകുന്തോറും മുടിന്റെ ലെങ്ത് കൂടി വരുന്നുണ്ടോ. പിന്നെ നമ്മൾ എല്ലാ മുടിയും പുറകിലോട്ട് ഇടുന്ന സമയത്ത് കറക്റ്റ് ലെയർ ആയിട്ട് വേണം.